ഹേ ഗൈസ്, അപ്പോൾ ഇവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് നമ്മളിന്ന് വന്നേക്കണേ. നല്ല പഴംപൊരി ബീഫും കിട്ടുന്ന ഒരു കോംബോ നമ്മുടെ 19 ടീ ഹബിലുണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറെ ബർഗർ, സ്നാക്സ്, പിന്നെ അതുപോലെ തന്നെ ടീയിലെ വെറൈറ്റീസ് ഓഫ് ടീ, പിന്നെ കുറെ മൊമോസ് ഉണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇവൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് ഇന്ന് നമ്മുടെ വ്ളോഗ്. പഴംപൊരിയും ബീഫും കിട്ടുന്ന ഒരു അടിപൊളി കോംബോയാണ് നമ്മുടെ ഈ 19 ടീ ഹബിലുള്ളത്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്താലോ? അപ്പോൾ ഇവൻ പറഞ്ഞ മാതിരി നല്ല ചൂടുള്ള പഴംപൊരിയും ബീഫ് എത്തിൻ്റെ കേട്ടോ. ഇനി അത് ട്രൈ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുതായിട്ടൊരു ചിക്കൻ ബിരിയാണി കൂടി മണന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്താലോ? നല്ല ചൂടുള്ള പഴംപൊരിയും ഈ നെയ്യൊക്കെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ള പിന്നെ നെയ്യോട് കൂടിയുള്ള ഒരു ബീഫിൻ്റെ പീസും കഴിച്ചു നോക്കട്ടെ. പഴംപൊരിയിൽ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഇതും പിന്നെ ബീഫിൻ്റെ അതേപോലെ നല്ല ഒരു സ്വല്പം സ്പൈസിയോട് കൂടിയുള്ള ബീഫിൻ്റെ കറിയും കൂടി കഴിക്കുമ്പോൾ കിട്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റിനാണല്ലേ. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സാധനം, നല്ല എരിവൊക്കെ ഉണ്ട്. ഓവറായിട്ടുള്ള എരിവൊന്നും അങ്ങനെ ഇല്ലല്ലോ. സത്യം. അപ്പൊ എന്തായാലും പറഞ്ഞ സാധനം അടിപൊളിയാണ്. ഈ കോംബോ അങ്ങനെ എല്ലായിടത്തും ഇല്ല, അതാണ് ഒരു ഇവിടെ ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത കേട്ടോ. ഇപ്പം പറഞ്ഞാൽ പഴംപൊരി ബീഫും കഴിഞ്ഞു. അപ്പം ഇനി അതൊരു പ്ലേറ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ചൂടുള്ള പഴംപൊരിയുടെ ഒപ്പം ഇത്തിരി നെയ്യൊക്കെ ആയിട്ടുള്ള ബീഫിൻ്റെ കഷ്ണം എടുത്ത് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബീഫിൻ്റെ പീസൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഞാൻ പറഞ്ഞ സാധനം എത്തി, ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി. അപ്പം ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സംഭവം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നല്ല പീസുകളൊക്കെ വന്നിട്ടുണ്ട്. 3 പീസിനിടയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രേവി ഒക്കെ ആണ് കേട്ടോ. ഗ്രേവി കാണുമ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ചിക്കൻ ബിരിയാണി ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ സാധനം തന്നെയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു 19 ടീ ഹബിലെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്ന് പേരിട്ടെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല ഇത് സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മസാലയൊക്കെ ഇത്തിരി സ്പൈസിയാണ്, അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട് ബിരിയാണി? ഈ സ്പൈസിന്റെ ഒപ്പം ഒരു ഷുഗറും കയറി വരുന്നോണ്ട് ഒരു ഈക്വൽ ടേസ്റ്റ്, എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് ഈ ചിക്കൻ്റെ ഗ്രേവിക്ക്. പിന്നെ ബിരിയാണി എല്ലാം കൂടിയിട്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഗ്രേവിക്കൊപ്പം തന്നെ ചെറുതായിട്ടൊരു മധുരം പോലെ ഒരു സോസിൻ്റെ ഒരു സംഭവം മിക്സിങ് വരുന്നതുകൊണ്ട് ഇപ്പം പറഞ്ഞ തന്നെ അത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ഫുഡിൽ ചെറുതായിട്ടൊരു ഹണി, നമ്മുടെ ഹണി അൽഫാമിലൊക്കെ ഹണിയുടെ ഒരു ഫ്ലേവർ കയറില്ല, അതേപോലെ ഒരു നല്ലൊരു മധുരത്തിൻ്റെ ഫ്ലേവർ കേട് വരുന്നുണ്ട്. നല്ല അടിപൊളി. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ബിരിയാണി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ചെക്കൻ്റെ ആഗ്രഹം ഞാൻ ഇന്ന് സഹിച്ചു കൊടുത്തു. നല്ല പഴംപൊരിയും ബീഫും ട്രൈ ചെയ്തു. പഴംപൊരി ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടുള്ള പഴംപൊരി നമുക്ക് കിട്ടിയത്. ബീഫായാലും നല്ല അടിപൊളിയുള്ള ബീഫ് കറി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ബിരിയാണി ആയാലും നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നല്ല 3 പീസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി നമുക്ക് കിട്ടി. ഇപ്പം പറഞ്ഞ മാതിരി ആ സ്പൈസിക്കൊപ്പം തന്നെ ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ഒരു സോസിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഗ്രേവി ആയിരുന്നു. അത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. പിന്നെയുള്ളൊരു കാര്യം, നമ്മുടെ പഴംപൊരിയും ബീഫും ഉള്ളൊരു കോംബോ കൂടി ഉണ്ട്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് മൊമോസ് പിന്നെ ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ 19 ടീ ഹബ്ബാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു ടീയും കുടിച്ചു. അടിപൊളി ഒരു കാപ്പി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആംബിയൻസ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്, ഇത്തിരി കൂടി ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് സെറ്റാക്കിയാണ്. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഒരു ആംബിയൻസ് ആണ്. എന്തായാലും ഒരു അടിപൊളി. പിന്നെ നല്ലൊരു പെയിൻറ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സംഭവമില്ല, നല്ലൊരു ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാം ഇവിടുത്തെ ഫുഡായാലും ആംബിയൻസ് ആയാലും. പിന്നെ ഇവിടെ അത്യാവശ്യം ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പെരാമംഗലം പള്ളി കഴിഞ്ഞിട്ടാണ് വരണേ തൃശ്ശൂർക്ക് പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ആഗ്രഹം ചെയ്യുന്നു പഴംപൊരി ബീഫ് എങ്ങനെയുണ്ടെന്ന്. അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ബാക്കി നമ്മുടെ ചിക്കൻ ബിരിയാണിയും മറ്റുള്ള ഐറ്റംസൊക്കെ.
നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു. മറ്റേ ഈ പഴംപൊരിയുടെ ഒപ്പം മറ്റേ നെയ്യൊക്കെ ഉള്ള ഈ ബീഫും കൂടി ചേർത്ത് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയ മധുരപ്പൊക്കെ കയറി വരുമ്പോൾ ബിരിയാണി സെറ്റായിരുന്നു. പിന്നെ ലൈം അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് രണ്ടുപേർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ.